ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ബോർഡർലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ അഥവാ BPDയെ കുറിച്ചാണ്. പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിൽ ക്ലസ്റ്റർ ബിയിൽ വരുന്ന ഒന്നാണ് ബോർഡർലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ. ഇതിന് മറ്റൊരു പേര് കൂടെ ഉണ്ട്, EUPD അഥവാ ഇമോഷണലി അൺസ്റ്റേബിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ. പേര് പോലെ തന്നെ ഇവർ ഇമോഷണലി ഭയങ്കര അൺസ്റ്റേബിൾ ആയിരിക്കും. അതായത് ഇവർക്ക് ഇവരുടെ ഒരു ഇമോഷൻസിനെ ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ അതിലൊരു സ്ഥിരത ഇല്ലാത്തൊരു കണ്ടീഷൻ ആയിരിക്കും. ജനിതകമായിട്ട് പലരിലും ഇതുണ്ടാവുന്നുണ്ട്. അതായത് ഫാമിലി ഹിസ്റ്ററി, നമ്മുടെ പാരൻസ്, സഹോദരങ്ങൾ എന്നിവരിൽ നിന്നൊക്കെ നമുക്കിത് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ നമ്മുടെ ബ്രെയിനിൻ്റെ സ്ട്രക്ചറിൽ വരുന്ന ഒരു മാറ്റം, അല്ലെങ്കിൽ ബ്രെയിൻ ഫംഗ്ഷനിൽ വരുന്ന ഒരു മാറ്റം കൊണ്ടൊക്കെ BPD ഉണ്ടാവാറുണ്ട്. സോഷ്യൽ ഫാക്ടേഴ്സും എൻവയോൺമെന്റൽ ഫാക്ടേഴ്സും ഇതിന് മറ്റൊരു കാരണമാണ്. തീർച്ചയായിട്ടും നമുക്ക് ഈസി ആയിട്ട് BPD ട്രീറ്റ് ചെയ്യാൻ സാധിക്കും. ഇതിന് ഒരുപാട് തെറാപ്പീസ് ഒക്കെ അവൈലബിൾ ആണ്. കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി, അതായത് നമ്മളിലുള്ള ഒരു നെഗറ്റീവ് ചിന്തകളൊക്കെ ഇല്ലാതാക്കാൻ അത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഡയലക്റ്റിക്കൽ ബിഹേവിയറൽ തെറാപ്പി